ഹായ് ഹലോ. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഫുഡിങ് കൊണ്ടാണ് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു ഫുഡിങ്ങാണിത്. 2 മുട്ട മാത്രം മതി. 2 മുട്ടയും ലേശ ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് വാനില എസൻസ്, ഇതില്ലെങ്കിൽ ഏലക്കപ്പൊടി. അതിനാണ് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇത് വെള്ള എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി മഞ്ഞ വീണിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് മഞ്ഞ മാറ്റി വെച്ചേക്കും. പൊട്ടിച്ച് മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. മധുരം ആവശ്യത്തിന് കുറച്ചിടാം. ഈ മഞ്ഞ ഒരു മാറ്റി വെച്ചിട്ടുണ്ട്. മഞ്ഞ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ഇത് ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ ആക്കിയെടുക്കാം. ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ലോണം പതച്ച് എടുക്കാം. ഇത് ലേശം മഞ്ഞയും കൂടെ വീണിട്ടാൽ ഇങ്ങനൊരു കളറായത്, അല്ലെങ്കിൽ വെള്ള കളറായാണ്. ഇത് പതഞ്ഞുകൊണ്ടിരിക്കണം. ഇതിനകത്ത് ഇച്ചിരി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് വേറൊരു കളറായി. നെയ്യ് തടവി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലേശം കാപ്പിപ്പൊടി കൊടുക്കാം. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് ലേശം ഇട്ട് കൊടുക്കും. ഇനി നമ്മുടെ അടിച്ചു വെച്ച ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു അലുമിനിയം പേപ്പറിൻ്റെ കൊണ്ടുവച്ച് മൂടി വയ്ക്കാം. പേപ്പർ എടുത്ത് ആവി വേവിച്ചെടുക്കാം. ഈ അടപ്പ് കൊണ്ടൊന്ന് അടയ്ക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ ഇഡ്ഡലി തട്ടത്തിലാണ് വെച്ച് വേവിക്കുന്നത്. അതിനകത്ത് വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മുട്ടയുടെ വെള്ള വെച്ച പുഡിങ് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് കോഫി പൗഡർ വെച്ച് മഞ്ഞയും കൂടെ വീണാണ് വെള്ള കളറിന് ഇച്ചിരി വ്യത്യാസം വന്നത്. മുട്ടയുടെ മഞ്ഞ വീണിട്ടാണ് വ്യത്യാസം വന്നത്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം നമുക്കെടുത്ത് പാത്രത്തിലോട്ട് എടുക്കാം. ഫുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് മുട്ടയുടെ ഒരു വെള്ളയായിരുന്നു, അതിനകത്ത് കുറച്ച് മഞ്ഞ വീണുകൊണ്ട് ഇങ്ങനെ കളറായത്. കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇതിനകത്ത് ഇങ്ങനെ ഫ്രണ്ടിലായിപ്പോയി. തിളച്ചൊക്കെ വന്നപ്പോൾ കാപ്പിപ്പൊടിയും കൂടെ മേളിലോട്ടായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. ഇതിനകത്ത് മുട്ടയും മാത്രമേ ഉള്ളൂ, പിന്നെ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. അതിനകത്ത് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മഞ്ഞ ലേശം, ഇതിനകത്ത് മഞ്ഞ വീണു പോയി. അതാണ് മുട്ടയുടെ, അതാണ് മഞ്ഞ കളർ വരാൻ കാരണം. പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇത് തിളച്ച് വന്നപ്പോൾ ഇതിൻ്റെ മേളിലോട്ടായിപ്പോയി. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒരു ബെൽ ബട്ടൺ കൂടെ അമർത്തി ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. ഈ റെസിപ്പീസ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഇതെനിക്ക് ഈ മഞ്ഞ കളറാണ് കാരണം
വെള്ളയെ ഞാൻ എടുത്തത്, ലേശം ഒരു കുറച്ച് മഞ്ഞയും കൂടെ വീണുകൊണ്ട് ഇത് മഞ്ഞ കളറായി മാറിയത്. ഈ ഫുഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.